നാട്ടിലെന്തായാലും സെക്ഷൽ അവയർനെസ്സിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെട്ടങ്ങനെ 1-2 പോയിന്റ്സ് ഞാൻ പറയാം. അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യനുണ്ട്, ഇപ്പോഴും അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവൻ ഒരു 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവൻ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു, പക്ഷേ അതൊരു നമ്മളെ സംബന്ധിച്ച് ഒരു ഐ ഓപ്പണർ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് അവൻ ആദ്യമായിട്ട് ഒരു നേക്കഡായിട്ടുള്ളൊരു പടം അവൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ബുക്കിൽ ഇവനെ കാണിക്കുവാണ്. അപ്പോൾ കാണിക്കുന്ന സമയത്ത് ഇവൻ ഇവരെന്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കണെന്നുള്ളൊരു ചിന്ത അവനെ പടം കണ്ടപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഉണ്ടായി. അപ്പോൾ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പൻ ഇങ്ങനെ നിന്റെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അപ്പൻ എന്നെയോ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഞാൻ വിശ്വസിക്കത്തില്ല. അല്ല, അപ്പോൾ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ വേറെ രീതിയിലേക്കാണ് പോകണം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവന്റെ അപ്പനെ കുറ്റം പറഞ്ഞു ഇവൻ അവനെ തല്ലി. അതായത് എൻ്റെ അപ്പനെ നീ മോശം പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞ തല്ലി ഉടനെ ടീച്ചർമാരും കുട്ടികളെല്ലാം നമുക്ക് ഭയങ്കര അവൻ്റെ അപ്പനെ പറ്റി അവൻ പറഞ്ഞ ഒട്ടും സഹിച്ചില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് തല്ലി പരിപാടിയൊക്കെ ആയി. എന്നിട്ട് PTA ആൾക്കാർ ഇൻവോൾവ് ആയി. അത് ഈ കൊച്ചിൻ്റെ അപ്പനും തല്ലി കിട്ടിയ കൊച്ചിൻ്റെ അപ്പൻ PTയിലുള്ള ആളായിരുന്നു. അപ്പോൾ അവർ PTA-കാരെല്ലാം വന്ന് ഇവനെ മറ്റേ ടീച്ചേഴ്സ് വന്നിട്ട് തല്ല് അത്രയും സീരിയസ്, കൊച്ചിന് നല്ലോണം പറ്റി, മറ്റേ തല്ല് കിട്ടിയ പയ്യന് നല്ലോണം പറ്റി. അത് കഴിഞ്ഞ് ഇവനെ എന്ത് റീസൺ കൊണ്ടാണ് തല്ലിയെന്ന് പറയുമ്പോൾ ഇവൻ എൻ്റെ അപ്പനെ മോശം പറഞ്ഞെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതാണ് പറഞ്ഞെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അവർ പറയണില്ല. അവസാനം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പയ്യനെ വീട്ടിൽ കൊണ്ടുപോയി അപ്പനെ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്നെ പറ്റി എന്തിട്ടാ നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഇത്ര തല്ലാനായിട്ട് നീ ഇത്ര, അവൻ അപ്പോഴും കരഞ്ഞിട്ടായിരിക്കണം, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പനെ പറ്റി മോശം പറഞ്ഞിട്ടോ അപ്പം തുണിയില്ലാണ്ട് അത് ചെയ്തിട്ടാണ് എന്നെ ഉണ്ടാക്കിയത്. ഞാൻ അത് കേട്ട ഇങ്ങനെ സഹിച്ചിരിക്കപ്പാ, എൻ്റെ അപ്പൻ അങ്ങനത്തെ ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അവന് റിയലായിട്ട് അത്രയും വെജിറ്റേഷൻ പറയുമ്പോൾ ഇവൻ ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്തൊരു പ്രായമാണ്. 9ാം ക്ലാസ് എന്ന് പറയുന്ന പ്രായത്തിൽ അവൻ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഇവന് ഈ പറഞ്ഞ കാര്യത്തിനെ പറ്റി യാതൊരു ധാരണയില്ലാന്ന് ഇവൻ്റെ അപ്പനും അമ്മയ്ക്കും മനസ്സിലായിട്ട് പോലും ഇവൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി ആ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ഇവനൊരു അഡിക്വേറ്റ് നോളജ്, ആ പ്രായത്തിൽ കിട്ടേണ്ട നോളജ് എങ്കിലും അവന് കിട്ടാൻ വേണ്ടി അവർക്ക് സഹായിക്കാൻ പറ്റിയില്ല. ഒരു തരി പോലും സഹായിക്കും. അവന് വീണ്ടും അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്ത വേറെ പല ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അമ്മയെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ല ഞാൻ ഉണ്ടായെന്നും പറഞ്ഞ് വിളിപ്പിക്കാൻ അവന് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ പെനിട്രേറ്റീവ് മോഡലിലല്ലാണ്ട് ഉണ്ടായിരിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അത് ലാബിൽ ഉണ്ടായിരിക്കുന്ന കുട്ടികളാണ്. അതല്ലാണ്ട് ഉണ്ടായിരിക്കുന്ന ലോക പോപ്പുലേഷനിലെ എല്ലാ മനുഷ്യനും പ്രോപ്പറായിട്ടൊരു 2000 കൊല്ലം മുന്നേ മാത്രമല്ല, മനുഷ്യനുണ്ടായ കാലം മാത്രമല്ല, ഈ പറഞ്ഞ ജീവികളോ മനുഷ്യന്മാരോ എന്തും ആയിക്കോട്ടെ, അവർ ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെനിട്രേറ്റീവ് സെക്സ് നടന്നിട്ടുണ്ട്. അതല്ലാതെ നടക്കുന്ന ബാക്ടീരിയകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസിലൊക്കെയാണ്. അപ്പൊ പ്രോപ്പറായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഗതി അതാത് ഏജ് ഗ്രൂപ്പിൽ എന്താണോ റിക്വയർഡ് ആയിട്ടുള്ള അത്രയെങ്കിലും ഇൻഫർമേഷൻ കിട്ടാനുള്ള സോഴ്സ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാനില്ല.